ഹലോ മൈ ഡിയർ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം. ഇന്നത്തെ നമ്മുടെ ടോപ്പിക്ക് ഈ ഒരു കറണ്ട് സിറ്റുവേഷനിൽ ഈ വ്യക്തി എന്തൊക്കെയാണ് നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ ഈ ഒരു കറണ്ട് സിറ്റുവേഷനിൽ എന്നുള്ളതാണ്. വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പായിട്ട് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ദയവായിട്ട് സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ ഇഷ്ടമായാൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഇതൊരു ജനറൽ റീഡിംഗ് ആണ്, അതുപോലെ ജനറൽലെസ്സുമാണ്, ടൈംലെസ് ആണ്. ഈ വീഡിയോ നിങ്ങൾ എപ്പോൾ കാണുന്നോ ആ ഒരു ടൈമിൽ വാലിഡ് ആയിരിക്കുന്നതാണ്. ജനറൽ റീഡിംഗ് ആയതുകൊണ്ട് എല്ലാ പേർക്കും ഒരുപോലെയൊന്നും റെസനേറ്റ് ആവില്ല. നിങ്ങളുടെ സിറ്റുവേഷനായിട്ട് മാച്ച് ആവുന്നുണ്ടെങ്കിൽ മാത്രം പോസിറ്റീവായിട്ട് എടുത്താൽ മതി, അല്ലാത്ത കാര്യങ്ങൾ വിട്ടേക്കുക. ഓക്കെ, നിങ്ങൾ ഡീപ്പായിട്ടൊന്ന് മെഡിറ്റേറ്റ് ചെയ്യുക, കോൺസെൻട്രേറ്റ് ചെയ്യുക, പോസിറ്റീവായിട്ട് തിങ്ക് ചെയ്യുക. എന്നതിന് ശേഷം വീഡിയോ തുടർന്ന് കാണുക. ഓക്കെ, നമുക്ക് നോക്കാം ഈ ഒരു സമയത്ത് നിങ്ങളുടെ പേഴ്സൺ എന്താണ് നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നത്. ആർക്കേഞ്ചൽസ് ഒരു സമയത്ത് നിങ്ങളുടെ പേഴ്സൺ എന്താണ് നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നത്. ഓക്കെ, റിയലി വാണ്ട് ടു ടെൽ യു റൈറ്റ് നൗ. ഒരു സമയത്ത് നിങ്ങളുടെ പേഴ്സൺ എന്താണ് നിങ്ങളെ അറിയിക്കാൻ ആഗ്രഹിക്കുന്നത്. ഈ ഒരു സമയത്ത് നിങ്ങളുടെ പേഴ്സൺ എന്താണ് നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നത്. ഓക്കെ, റിയലി വാണ്ട് ടു ടെൽ യു റൈറ്റ് നൗ. ഈ ഒരു സമയത്ത് അവർക്ക് നിങ്ങളോട് പറയാനുള്ള കാര്യങ്ങൾ. ഓക്കെ, ട്രയംഫ് എന്നുള്ളതാണ് മാസ്റ്റർ കാർഡായിട്ട് വന്നിരിക്കുന്നത്. ഓക്കെ, നമുക്ക് ബാക്കി കാർഡ്സ് കൂടി നോക്കാം. ഓക്കെ, ഇതാണ് നമുക്കിവിടെ ലഭിച്ചിരിക്കുന്നൊരു സ്പ്രെഡ്. തീർച്ചയായിട്ടും ഈ ഒരു സാഹചര്യത്തിൽ ഈ വ്യക്തി ശക്തമായ എന്തോ ഒരു തീരുമാനം എടുത്തിരിക്കുന്നു എന്നാണ് നിങ്ങളെ സ്ട്രോങ് ആയിട്ട് അറിയിക്കാൻ ആഗ്രഹിക്കുന്ന ഒരു കാര്യം. അതുപോലെ തന്നെ ഈ റിലേഷൻഷിപ്പിൽ ഇത്രയും നാളും വളരെയധികം നെഗറ്റീവായിട്ടുള്ള സാഹചര്യങ്ങൾ കൊണ്ട് നിങ്ങളൊരു സെപ്പറേഷനിലായിരുന്നിരിക്കണം. അതിൻ്റെ കാരണമെന്ന് പറയുന്നത് ഇതിനൊരു സ്റ്റെബിലിറ്റി ഇല്ലാത്തത് കൊണ്ട് തന്നെയാണ്. അതായത് സ്ട്രോങ് ആയിട്ടുള്ള ഡിസിഷൻ എടുക്കാനായിട്ട് ഈ വ്യക്തിക്ക് കഴിയുമായിരുന്നില്ല. അത്രത്തോളമുള്ള തടസ്സങ്ങൾ സൃഷ്ടിച്ചുകൊണ്ട് ഒരു വ്യക്തി തന്നെ ഈ റിലേഷൻഷിപ്പിൽ ഉണ്ടായിരുന്നു, നിങ്ങളുടെ റിലേഷൻഷിപ്പിനെ ഒപ്പോസ് ചെയ്യുന്നൊരു പേഴ്സൺ. ഓക്കെ, അത് അവർക്ക് അത്രയും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു വ്യക്തി ആയിരുന്നിരിക്കണം. അതുകൊണ്ടാണ് അവർക്കൊരു ഡിസിഷനോ പോസിറ്റീവായിട്ടുള്ളൊരു മൂവ്മെൻറ്റോ ഒരു ചോയ്സോ എടുക്കാൻ കഴിയാണ്ടിരുന്നത് എന്നാണ് അവരിപ്പോൾ നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നത്. അതിനു വേണ്ടിയിട്ട് അവർ ഇത്രയും നാളും സ്ട്രഗിൾ ചെയ്യുകയായിരുന്നു, ഒരുപാട് സഫർ ചെയ്യുകയായിരുന്നു, പലതും സാക്രിഫൈസ് ചെയ്യുകയായിരുന്നു എന്നാണ് അവർ നിങ്ങളെ അറിയിക്കുന്നത്. ഓക്കെ, അതുപോലെ തന്നെ ഈ ഒരു നിമിഷത്തിൽ അവർ പറയാൻ ആഗ്രഹിക്കുന്നത് അവർക്ക് ഒരു പാഷൻ ഉണ്ടെങ്കിൽ അത് അത്രത്തോളം ഇൻറ്റൻസ് ആയിട്ടുള്ളതുണ്ടെങ്കിൽ അത് നിങ്ങളോടുള്ള പ്രണയമാണ്. നിങ്ങൾ തന്നെ അവരുടെ ഉള്ളിലെ ഒരു തീനാളം പോലെ ഇങ്ങനെ പ്രകാശിച്ചു കൊണ്ടിരിക്കുന്നതായിട്ടാണ് ഇവിടെ നമുക്ക് കാണാൻ കഴിയുന്നത്. അവർക്ക് നിങ്ങളെക്കുറിച്ച് ഓർക്കുമ്പോൾ തന്നെ അവരുടെ മനസ്സിന് അത്രയും ഒരു സന്തോഷം ലഭിക്കുന്നുണ്ട് എന്നും അവർ നിങ്ങളോട് പറയുന്നുണ്ട് ഈ ഒരു സമയത്ത്. പക്ഷെ വളരെ സ്ട്രോങ് ആയിട്ടുള്ള തേർഡ് പാർട്ടി സിറ്റുവേഷനാണ് ഇവിടെ പ്രതിഫലിക്കുന്നത്. അവർക്ക് എന്താണ് ഒരു മുന്നോട്ടോ പിന്നോട്ടോ നീങ്ങാൻ പോലും കഴിയാത്ത രീതിയിൽ അത്രയും ഒരു സ്റ്റക്കായിട്ടുള്ള സിറ്റുവേഷനിൽ എത്തിച്ചിരിക്കുകയാണ് ഈ പേഴ്സൻ്റെ ഇൻ്റർഫിയറൻസ് ഈ റിലേഷൻഷിപ്പിൽ. ഓക്കെ, അവർ അതുപോലെ തന്നെ നിങ്ങളെ മാറ്റി നിർത്തിക്കൊണ്ട് അവരിപ്പോൾ സ്ട്രഗിൾ ചെയ്യുന്ന സാഹചര്യത്തിൽ അവർ നേടിയെടുത്ത ഒരു കാര്യങ്ങളിലും അവർക്ക് സന്തോഷിക്കാൻ പോലും കഴിയുന്നില്ല. അവരുടെ ജീവിതത്തിൽ ഒരുപാട് നേട്ടങ്ങൾ ഈ ഒരു സമയത്ത് ഉണ്ടായിട്ടുണ്ട്, പല കാര്യങ്ങളിലും സക്സസ് ഉണ്ടായിട്ടുണ്ട്. ചിലപ്പോൾ അവർ ചില എക്സാംസിലൊക്കെ അവർക്ക് ഉന്നതമായിട്ടുള്ള മാർക്സ് ഒക്കെ നേടിയിട്ടുണ്ടാവും. പക്ഷെ അതിലൊന്നും തന്നെ അവർക്ക് സന്തോഷിക്കാൻ കഴിയുന്നില്ല. ലൈഫിന് തന്നെ ഒരു പൂർണ്ണമായ സ്റ്റെബിലിറ്റി നേടുന്ന തരത്തിൽ ചിലപ്പോൾ ഒരു കരിയറിൽ ഒരുപാട് ഉന്നതങ്ങളിൽ എത്തിയിട്ടുണ്ടാവാം, അല്ലെങ്കിൽ അവർക്ക് നല്ല രീതിയിൽ ഫിനാൻഷ്യലായിട്ടുള്ള സപ്പോർട്ട് ലഭിക്കുന്നുണ്ടാവാം. അവരുടെ ജീവിതത്തിൽ അവർക്ക് ഒരുപാട് നേട്ടങ്ങൾ ഉണ്ടായിരിക്കുന്ന ഒരു സമയമാണെങ്കിൽ കൂടിയും നിങ്ങളില്ലാത്തത് കൊണ്ട്, നിങ്ങളുടെ ആബ്സെൻസ് എന്ന് പറയുന്നത് അവർക്കൊരു ഇംബാലൻസ് സിറ്റുവേഷനാണ് അവരുടെ ലൈഫിൽ ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത് എന്നാണ് അവരിപ്പോൾ നിങ്ങളെ അറിയിക്കുന്നത്. അതുപോലെ തന്നെ അവരുടെ ജീവിതത്തിലെ ഏറ്റവും വലിയൊരു ലക്ഷ്യം, ഏറ്റവും വലിയൊരു ആഗ്രഹം എന്ന് പറയുന്നത് ഇപ്പോൾ ഈ നിമിഷത്തിൽ നിങ്ങളുമായിട്ടുള്ള റിയൂണിയൻ തന്നെയാണ്. ഓക്കെ, വളരെ സ്ട്രോങ് ആയിട്ടുള്ള ഒരുപാട് കാര്യങ്ങളാണ്, ഒരുപാട് മെസ്സേജസ് ആണ് ഇവിടെ ഈ സ്പ്രെഡിൽ നമുക്ക് ലഭിച്ചിരിക്കുന്നത്. ഓക്കെ, അവരിൽ നിന്നുള്ള മെസ്സേജസ് എന്തൊക്കെയാണെന്ന് നമുക്കൊന്ന് നോക്കാം. സ്നേഹിക്കുന്ന വ്യക്തിയിൽ നിന്നുള്ള സോൾ മെസ്സേജസ്. ഓക്കെ, ഐ ഫീൽ ലൈക്ക് യു ഡോണ്ട് കെയർ അബൌട്ട് മീ. ഓക്കെ, അവർക്കൊരു കംപ്ലൈൻ്റ് ആണ് ആദ്യം പറയാനുള്ളത്. അതായത് അവരെ നിങ്ങളൊട്ടും കെയർ ചെയ്യുന്നില്ല, അവരുടെ ഭാഗത്ത് നിന്ന് നിങ്ങൾ ചിന്തിക്കുന്നില്ല, അവർക്ക് എത്രത്തോളം സ്ട്രഗിൾസാണ് ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത് എന്നൊന്നും നിങ്ങൾ അവരെ മനസ്സിലാക്കുന്നില്ല എന്നൊക്കെയാണ് അവർ പറയുന്നത്. ആൻഡ് വെയിറ്റിംഗ് ഫോർ യുവർ റിപ്ലൈ, ഹോപ്പ് യു വിൽ അണ്ടർസ്റ്റാൻഡ് മീ. നിങ്ങൾ അവരെ മനസ്സിലാക്കുമെന്ന് തന്നെയാണ്
അവർ ഇപ്പോഴും എക്സ്പെക്റ്റ് ചെയ്യുന്നത് എന്നാണ് പറയുന്നത്. നിങ്ങളുടെ ഒരു മറുപടിക്കായിട്ട് ഇപ്പോഴും അവർ വെയിറ്റ് ചെയ്യുകയാണ്. ഐ എം റിയലി സോറി ഫോർ മൈ വേർഡ്സ് ആൻഡ് ആക്ഷൻസ്. അവർ നിങ്ങളോട് പല തെറ്റായ വാക്കുകൾ പറഞ്ഞിട്ടുണ്ടാവാം, ചില ആക്ഷൻസ്, ചില പ്രവൃത്തികൾ അവരുടെ ഭാഗത്തു നിന്നുണ്ടായത് നിങ്ങളെ വേദനിപ്പിച്ചിട്ടുണ്ടാവാം. അതിനെല്ലാം തന്നെ അവർ നിങ്ങളോട് സോറി പറയാണ്. ഓക്കെ, ഐ വിൽ ഓൾവേസ് വെയിറ്റ് ഫോർ യു ടിൽ മൈ എൻഡ് ഓഫ് ലൈഫ്. ഓക്കെ, ഇപ്പോൾ അവരുടെ എന്താണ് ഏറ്റവും വലിയൊരു ആഗ്രഹം നിങ്ങളെ നേടിയെടുക്കുക എന്നുള്ളതാണ്. അതിന് വേണ്ടിയിട്ട് അവർ എത്ര നാൾ വേണമെങ്കിലും വെയിറ്റ് ചെയ്യാൻ, കാത്തിരിക്കാൻ തയ്യാറാകുന്നു എന്നുള്ളതാണ്. ഐ അക്സെപ്റ്റ് യു വിത്ത് ഓൾ യുവർ ഫ്ലോസ്, യു ആർ മൈ വേൾഡ്. നിങ്ങളെ എല്ലാ രീതിയിലും അക്സെപ്റ്റ് ചെയ്യാൻ ഈ വ്യക്തി ഇപ്പോൾ തയ്യാറായിരിക്കുന്നു എന്നുള്ളതാണ്. ഓക്കെ, ഐ എം റെഡി ടു സ്റ്റാർട്ട് ഓവർ വൺസ് അഗെയിൻ. ഓക്കെ, ഒരു റീയൂണിയൻ ഈ വ്യക്തി ഇപ്പോൾ ആഗ്രഹിക്കുകയാണ്. ഒരു പുതിയ കാര്യം ലൈഫിൽ റീസ്റ്റാർട്ട് ചെയ്യണം എന്നുള്ളത് അവർ നിങ്ങളുടെ പ്രണയത്തിനാണ് ആ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്. ഓക്കെ, ആൻഡ് വിതൗട്ട് യു ഐ ആം നോട്ട് ഫൈൻ, ഐ നീഡ് യു. ഓക്കെ, നിങ്ങളെ എത്രത്തോളം അവർ ആഗ്രഹിക്കുന്നു എന്നുള്ളതാണ് ഒരു മെസ്സേജായിട്ട് ഇവിടെ നമുക്ക് ലഭിക്കുന്നത്. ആൻഡ് ലവ്സ് യു ഡീപ്ലി. ഓക്കെ, തീർച്ചയായിട്ടും അവർ നിങ്ങളെ വളരെയധികം ആഴത്തിൽ, വളരെയധികം ഇൻറ്റൻസായിട്ട്, സീക്രട്ടായിട്ട് ഇപ്പോഴും പ്രണയിക്കുന്നു എന്നുള്ളതാണ്. ഓക്കെ, ഐ നെവർ ഇമാജിൻഡ് അവർ റിലേഷൻഷിപ്പ് വിൽ എൻഡ് ലൈക്ക് ദിസ്. ഈ റിലേഷൻഷിപ്പ് ഇങ്ങനെയൊക്കെ ഒന്ന് അവസാനിച്ച് പോകും, അല്ലെങ്കിൽ ഇങ്ങനെ ഒരു സെപ്പറേഷൻ ഉണ്ടായി പോകുമെന്ന് ഒരിക്കലും അവർ എക്സ്പെക്റ്റ് ചെയ്തിരുന്നില്ല എന്നുള്ളതാണ്. ഇറ്റ്സ് ദ ടൈം ടു ഡിസൈഡ് സംതിങ് ഫോർ ദിസ് റിലേഷൻ. ഈ ഒരു റിലേഷൻഷിപ്പിന് വേണ്ടിയിട്ട് എന്തെങ്കിലും ഒരു സ്ട്രോങ് ഡിസിഷൻ എടുക്കേണ്ടുന്ന സമയം കൂടിയാണിത് എന്ന് അവർ നിങ്ങളെ ഓർമ്മിപ്പിക്കുകയാണ്. ആൻഡ് അവർ ലവ് ഹാസ് നോ എക്സ്പയറി ഡേറ്റ്, ഐ വോണ്ട് ടു ഗ്രോ ഓൾഡർ വിത്ത് യു. ഓക്കെ, നിങ്ങളുമായിട്ട് ഒരു ലൈഫ് ലോങ് ഉള്ള ജീവിതം, ഒരു ലൈഫ് അവർ ആഗ്രഹിക്കുകയാണ്. അതുപോലെ ഇതിനൊരു ഫൗണ്ടേഷൻ ഉണ്ടാകണം, ഒരിക്കലും ഇതിനൊരു എക്സ്പയറി ഡേറ്റ് കാണാൻ അവർക്ക് കഴിയില്ല എന്നൊക്കെയാണ് അവർ നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നത്. ആൻഡ് ഐ ആം ദ ഹാപ്പിയസ്റ്റ് മീ വെൻ ഐ ആം വിത്ത് യു. നിങ്ങളോടുള്ള സമയങ്ങളിൽ മാത്രമാണ് അവർക്ക് അത്രയും സന്തോഷം ഉണ്ടായിരുന്നത് എന്നവർ റിയലൈസ് ചെയ്യുന്ന സമയമാണ്. ലവിങ് യു ഈസ് ലൈക്ക് ബ്രീത്തിങ്, ഹൗ ക്യാൻ ഐ സ്റ്റോപ്പ്. നിങ്ങളെ പ്രണയിക്കുക എന്നുള്ളത് കോൺസ്റ്റൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ്. അത് ബ്രീത്തിങ് പോലെയാണ്, ഒരിക്കലും അതിനെ സ്റ്റോപ്പ് ചെയ്യാൻ കഴിയില്ല എന്നുള്ളതാണ്. ലൈഫ് ഈസ് ടു ഷോർട്ട് ടു വെയിറ്റ് ഡൈയിങ് ടു മീറ്റ് യു. നിങ്ങളെ കാണാനായിട്ട് അത്രയും ആഗ്രഹിക്കുന്നുണ്ട് ഈ വ്യക്തി. ജീവിതം വളരെ ചെറുതാണ്, ചെറിയ സമയപരിധിക്കുള്ളിലുള്ളതാണ്. അതുകൊണ്ട് ഇനിയും സമയം വേസ്റ്റ് ചെയ്യാൻ അവർക്ക് കഴിയില്ല. നിങ്ങൾ എത്രയും പെട്ടെന്ന് നിങ്ങളെ മീറ്റ് ചെയ്യണം, നിങ്ങളുമായിട്ട് ഒന്നിച്ച് ചേരണം എന്നുള്ളൊരാഗ്രഹമാണ് ഈ വ്യക്തിയിലുള്ളത് എന്നാണ് ഈ വ്യക്തി നിങ്ങളെ അറിയിക്കാൻ ആഗ്രഹിക്കുന്നത്. ഇനി റിലേഷൻഷിപ്പായിട്ട് കണക്ട് ചെയ്ത് നമുക്ക് കിട്ടുന്ന ക്ലൂസ് എന്തൊക്കെയാണെന്ന് നോക്കാം. തിരുവാതിര നക്ഷത്രം, ചോതി, അവിട്ടം, അശ്വതി, രോഹിണി, ഉത്രം, കേട്ട എന്നീ നക്ഷത്രങ്ങൾ ഉള്ള വ്യക്തികളുണ്ട്. അതുപോലെ അക്വേറിയസ്, ലിയോ, സജിറ്റേറിയസ്, ടോറസ്, വെർഗോ, കാപ്രിക്കോൺ, ജെമിനി എന്നീ സോഡിയക് സൈൻ ഉള്ള വ്യക്തികളുണ്ട്. റെഡ് കളറിനോട് കൂടുതലായിട്ട് അട്രാക്ഷൻ ഉള്ള വ്യക്തികളുണ്ട്. അതുപോലെ ഗോൾഡൻ യെല്ലോ കളർ, ബ്ലാക്ക് കളർ, വൈറ്റ് കളർ, ഡീപ്പ് ബ്ലൂ കളർ എന്നീ കളേഴ്സിനോട് അട്രാക്ഷൻ അല്ലെങ്കിൽ ഫേവറേറ്റ് ആയിട്ടുള്ള വ്യക്തികളുണ്ടാവാം. വി, ലെറ്റർ ടി, ലെറ്റർ സി, ലെറ്റർ ബി, ലെറ്റർ ഒ, ലെറ്റർ എസ്, ലെറ്റർ ഐ, ലെറ്റർ വി, ലെറ്റർ ഡബ്ല്യു, ലെറ്റർ എൽ, ലെറ്റർ ഡി, ലെറ്റർ ഇ, ലെറ്റർ കെ, ലെറ്റർ എച്ച്, ലെറ്റർ എം, ലെറ്റർ ജെ, ലെറ്റർ ഇസഡ് എന്നീ ലെറ്റേഴ്സിനെല്ലാം ഇമ്പോർട്ടൻസ് ഉണ്ട്. വ്യക്തിക്ക് മ്യൂസിക്കിനോട് കൂടുതൽ താല്പര്യമുള്ളതായിട്ട് കാണുന്നുണ്ട്. മ്യൂസിക്കിന് ഇമ്പോർട്ടൻസ് ഉള്ള റിലേഷൻഷിപ്പാണ്. ഈ വ്യക്തി ഒരു സിംഗർ ആയിരിക്കാം, ടാറ്റു ആർട്ട് ഇഷ്ടപ്പെടുന്ന ആളായിരിക്കാം, പെട്ടെന്ന് ഇമോഷണൽ ആകുന്നൊരു വ്യക്തി തന്നെയാണ്. അതുപോലെ സഡനായിട്ട് ദേഷ്യം വരുന്നൊരു വ്യക്തിയാണ്. അതുപോലെ പെട്ടെന്ന് ശാന്തരാഗി മാറുന്നൊരു ക്യാരക്ടറുമാണ്. എടുത്തുചാട്ടം പോലുള്ള സ്വഭാവമുള്ള വ്യക്തിയാണ്. കുറച്ചധികം ഈഗോ ഉള്ള പേഴ്സണായിട്ട് കാണുന്നുണ്ട്. സമയത്ത് എന്തെങ്കിലും തരത്തിലുള്ള ഹെൽത്ത് ഇഷ്യൂസ് ഉള്ള വ്യക്തികളെ കാണുന്നുണ്ട്. ലോങ് ഹെയർ ആണ്, കണ്ണുകൾക്ക് പ്രത്യേകതയുള്ള വ്യക്തികളാണ്. ലോങ് ഡിസ്റ്റൻസിലുള്ള റിലേഷൻഷിപ്പാണ്. എബ്രോഡ് ആയിരിക്കാം നിങ്ങളോ നിങ്ങളുടെ പേഴ്സണോ. ദിവസങ്ങളിൽ നിങ്ങൾക്കോ നിങ്ങളുടെ പേഴ്സണോ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ഡേ കടന്നു പോകുന്നുണ്ട്. മേ ബി ഇത് കടന്നു പോയിട്ടുണ്ടാവും, അല്ലെങ്കിൽ ജസ്റ്റ്
ഉടനെ വരുന്നുണ്ടാവും. നിങ്ങൾ ആ ഒരു ഡേ എക്സ്പെക്റ്റ് ചെയ്യുന്നുണ്ട്. തേർഡ് പാർട്ടി സിറ്റുവേഷൻ ഉള്ള റിലേഷൻഷിപ്പിലുള്ളവരുണ്ട്. ഓൾറെഡി മാരീഡ് ആയിട്ടുള്ള വ്യക്തികളുണ്ട്. ഏജ് ഡിഫറൻസോ കാസ്റ്റ് ഡിഫറൻസോ ഉള്ള വ്യക്തികളും ഉണ്ട്. ഓക്കെ, ാണ് നിങ്ങളുടെ റിലേഷൻഷിപ്പുമായിട്ട് കണക്ട് ചെയ്ത് വന്നിരിക്കുന്ന ക്ലൂസ്. ഈ ഒരു ക്ലൂസുമായിട്ട് നിങ്ങളുടെ റിലേഷൻഷിപ്പിന് എന്തെങ്കിലും കണക്ഷൻ തോന്നുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യുക. റീഡിംഗ് റെസനേറ്റ് ആവുന്നുണ്ടെങ്കിലും കമൻറ്റ് ചെയ്യുക. ഓക്കെ, അപ്പോൾ ഇന്നത്തെ റീഡിംഗ് ഇവിടെ അവസാനിച്ചിരിക്കുകയാണ്. ജനറൽ റീഡിംഗ് ആണ്, അതുകൊണ്ട് എല്ലാ പേർക്കും ഒരുപോലെ റെസനേറ്റ് ആവില്ല. നിങ്ങൾക്ക് അക്സെപ്റ്റ് ചെയ്യാൻ കഴിയുന്ന കാര്യങ്ങളാണെങ്കിൽ മാത്രം അക്സെപ്റ്റ് ചെയ്യുക, അല്ലാത്ത കാര്യങ്ങൾ വിട്ടേക്കുക. റീഡിംഗ് ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തും സപ്പോർട്ട് ചെയ്യുക. ഇനി നമുക്ക് നെക്സ്റ്റ് ഒരു വീഡിയോയിലൂടെ വീണ്ടും കാണാം. അതുവരെയും ബൈ ബൈ.